Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ When we study the Holy Bible, 1 ശമൂവേൽ 2:30 1 Samuel chapter 2 verse 30. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. I will honor those who honor me, എന്നെ നിന്ദിക്കുന്നവർ തനിയെ നിന്ദിതരാകും. and they that despise me shall be lightly esteemed. I will honor those who honor me. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ നാം മാനിക്കുന്നത് എങ്ങനെ? So how can we honor God? ദൈവത്തിന് സ്തുതി പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ അത് ദൈവത്തെ നാം പ്രൈസ് ചെയ്യുക. Now, when we praise God, when we worship God, we are honoring the Lord. നിങ്ങൾ മറ്റുള്ളവരെ ഹോണർ ചെയ്യേണ്ടതിന് പകരം മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറഞ്ഞുകൊണ്ടിരിക്കരുത്. We should never gossip about others instead of honoring them. നാം മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ നാം അത് ദൈവത്തിന് വിരോധമായിട്ടാണ് സംസാരിക്കുന്നത്. When we talk bad things about others, we are speaking against God. ഈ വർഷം നമ്മൾ ഒരു പുതിയ തീരുമാനമെടുക്കണം. This year we need to take a new decision. നമ്മൾ ഒരാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആ ഒരു ദൈവപുരുഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന് വിരോധമായി സംസാരിക്കുക. When we speak about someone against a man of God, we are speaking against God himself. ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്ന ആ ലീഡർ, ആ ദൈവപുരുഷനെ നിങ്ങൾ ഹോണർ ചെയ്യണം. The leader that the Lord has given you, that man of God, you should honor him. ഹസ്ബൻഡ് വൈഫിനെയും വൈഫ് ഹസ്ബൻഡിനെയും, ആമേൻ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയും ഹോണർ ചെയ്യണം. The husband should honor the wife should honor the husband, the parents should honor their children, and the children should honor their parents. ദൈവത്തിൻ്റെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞ് വേണം നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. We need to praise God, realizing and recognizing the holiness that he has. ആമേൻ. ഹോണറിങ് ഗോഡ്, ദൈവത്തെ ആദരിക്കുക, മാനിക്കുക. അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, പ്രൊസ്കോനിയ എന്ന പദമാണ്. So there's a word used to honor God, and that word is proskuneo. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കമിണ് വീണ് നമസ്കരിക്കുക. You know what that word means? It means to fall prostrate and worship him ചുംബനം ചെയ്യുക, and kiss him. ടോട്ടൽ സറണ്ടർ ചെയ്യുക. You need to totally surrender before him. നാം മനസ്സിലാക്കേണ്ടത് ദ സാക്രിഫൈസ് ഓഫ് ദ വില്ല്. സ്വന്ത ഇച്ഛയുടെ, സ്വന്ത ഇഷ്ടത്തിന്റെ ത്യാഗം. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റി, So we need to keep aside all of our selfish desires. ആമേൻ, ഒരു സാക്രിഫൈഷ്യൽ ലവിലൂടെ മുമ്പോട്ട് വരണം. And we need to come forward with a sacrificial love. ആമേൻ. ജനസിസ് ചാപ്റ്റർ 22 പഠിക്കുമ്പോൾ When we study the book of Genesis chapter 22, അബ്രഹാം ആൻഡ് ഇസഹാക്ക് അവരെ കുറിച്ച് കാണുവാൻ കഴിയും. we can observe the life of Abraham and Isaac. God did not want the boy. ദൈവത്തിന് ആ ബാലനെ അല്ലായിരുന്നു ആവശ്യം. He wanted the honor that is proven through first fruit. ദൈവത്തിന് Obedience. ദൈവത്തിന്റെ ആദ്യ ഫലമായിരിക്കുന്ന ഒബീഡിയൻസ്, അനുസരണത്താലുള്ള മാന്യതയായിരുന്നു ദൈവം അന്വേഷിക്കുന്നത്. അല്ലാതെ മകനെ ആയിരുന്നില്ല ദൈവത്തിന് വേണ്ടത്. And it was not the boy that the Lord desired. അബ്രഹാമിന്റെ ഒബീഡിയൻസ്, It was Abraham's obedience that the Lord was requiring. അത് ദൈവം ആഗ്രഹിച്ചു. And God desired that. ആ ഒബീഡിയൻസിലൂടെ മുന്നോട്ട് പോയപ്പോൾ And as he walked forward in that obedience, അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. Abraham became the father of the believers. അവന്റെ മകൻ നഷ്ടപ്പെട്ടില്ല. He didn't lose his son. അവന്റെ തലമുറയിലൂടെ Through his generation, വലിയൊരു ജനറേഷൻ പുറത്തു വന്നു. a great generation came forth. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു വെക്കാൻ കഴിയാത്ത ഒന്നാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. Praising God is something that we cannot keep aside in our lives. ആമേൻ. Your lordship, your presence is greater than my possessions in life. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഉന്നത തലങ്ങളെക്കാളും വിലയേറിയതാണ്. ആ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളെ വിലയുള്ളതാക്കി മാറ്റുന്നു,
നമ്മളെ വിലയേറിയവരാക്കി മാറ്റും. God's presence makes us valuable and makes us people who have great value. The weight of glory in the Old Testament, the glory Kabod, തേജസ്സിന്റെ കനത്തെ കാണിക്കുന്നതാണ് കാബോദ് എന്ന പദം. Kabod is the word used to signify the weight of the glory of God in the Old Testament. ആ ദൈവ സാന്നിധ്യത്തിന്റെ ഹെവിനെസ്, ആ ദൈവ സാന്നിധ്യത്തിന്റെ ഗ്ലോറി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. The heaviness of the glory of God, the presence of the glory of God should always be there in our lives. ദൈവത്തെ നാം ഹോണർ, ഐ വിൽ ഹോണർ ദോസ് ഹു ഹോണർ മീ. എന്നെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും എന്നവിടെ എഴുതിയിരിക്കുന്നു. ഇത് മറന്നു പോകരുത്. You should never forget that. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for you. ദൈവത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം മാനിക്കും. A person that honors God, God will honor that person. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഇന്നു മുതൽ കുറ്റം പറയാൻ നിങ്ങളുടെ വാ തുറക്കരുത്. Do not use your mouth to complain about others. നമ്മൾ ഓർക്കും അത് നല്ലതാണ്. We might think that it's good. ഒരു മനുഷ്യൻ കേട്ടതും കേൾക്കാത്തതും 10 ഇരട്ടി ചേർത്ത് മറ്റുള്ളവരെ പറയുന്നു. All those things that you heard and didn't hear, you magnify it 10 times and speak about that person. ഇതെല്ലാം നമ്മുടെ ബ്ലെസ്സിങ്ങിനെ കളയും. All of these will be the reason we lose our blessings. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ തനിയെ നിന്ദിതരാകും. God said, all those who honor me, I will honor them, and all those who despise me, they themselves will be despised. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും നമുക്കില്ല. No, since we do all these things, there's no good in it. നമുക്ക് കുറെ ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നു. We will call upon ourselves all the evil in ഈ this world. വർഷം ഒരു വലിയ തീരുമാനമെടുക്കണം. This year you need to take a great decision. ഞാൻ ദൈവത്തെ മാനിക്കും. I will honor the Lord. ആ ദൈവത്തെ മാനിക്കുമ്പോൾ മനുഷ്യരെയും മാനിക്കും. And as you honor God, you are honoring men as well. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്യണം. bless this people. അങ്ങയുടെ കരം ചലിപ്പിക്കണം. May your hand work upon them. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. May these people be blessed. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. I will honor those who honor me. ആ മാന്യത എല്ലാവർക്കും ഉണ്ടാകട്ടെ. And may all of them receive honor. ബ്ലസ് ചെയ്യുന്നു. Lord, bless them. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. 26 തീയതി, ജനുവരി 26 തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഒരു നോൺ സ്റ്റോപ്പ് പ്രയർ ഉണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ ബ്ലെസ്സിങ്ങിനും അനുഗ്രഹത്തിനും വേണ്ടി, വേൾഡിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് സ്നേഹത്തോടെ കൈകോർക്കാം. നിങ്ങളെല്ലാവരും വരിക. നിങ്ങൾ വിളിച്ചു പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഫുഡും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്, മറ്റൊന്നിനുമല്ല. എല്ലാവരും വരിക. God bless you. Love you. On the 26th of January, from morning 6 till evening 6, there's a non-stop prayer happening in Melek. So I invite all of you together to join in prayer with love. Let's hold hands together and pray for a greater blessing of the nation India and all the nations of the world. And there is a registration that should be done. No amount of money is required to register. You can come free. You can attend the meeting. The registration is only for the food. May God bless you. I love you.